ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ കാലത്തൊട്ടുള്ള പരിപാടികൾ നമ്മൾ പറയുന്നുമില്ല. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ്സിൽ പോയാലും ജോലിക്ക് പോയാലും എവിടെ പോയാലും ഇപ്പോൾ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമാണല്ലോ, നീ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ? എൻ്റെ പൊന്നോ, നമ്മുടെ നാട്ടിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ വലിയ പേടിയൊന്നുമില്ല. പക്ഷെ നാട്ടിലല്ലെങ്കിലും അങ്ങോട്ട് പോണവർ ഇങ്ങോട്ട് പോണവരൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്, യുദ്ധമാണല്ലോ എന്താ ചെയ്യാൻ പോണെന്ന്. ഞാനെന്ത് ചെയ്യാനാ? ഒരു യുദ്ധം ഫേസ് ചെയ്ത ട്രോമ എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ലൂപ്പ് പോലെ. അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആയെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. റിക്കവർ ആയോന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലും ആവട്ടെ, യുദ്ധം എന്ന് പറയുന്നൊരു സാധനം അത്ര സുഖമുള്ള പരിപാടിയല്ല. ചാവാണെങ്കിൽ അഥവാ മരിക്കുകയാണെങ്കിൽ സാധാരണക്കാരെ മരിക്കൂ. അതല്ലാതെ യുദ്ധം യുദ്ധം തുറന്നു വിടുന്ന അല്ലെങ്കിൽ ഇത് പ്രഖ്യാപിക്കുന്ന ഒരുത്തനും മരിക്കാൻ പോകണില്ല. ഇതൊക്കെ നിർത്താൻ വല്ല ഓപ്ഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും കോംപ്രമൈസിലിരിക്കും. സത്യമാണ്, ഇന്ത്യക്കാർ കുറേ പേര് മരിച്ചു, പാകിസ്ഥാൻകാരും മരിക്കുന്നുണ്ട്, എല്ലാവരും മരിക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണക്കാരായിരിക്കും. ഇതിൽ എനിക്ക് വോയിസ് ഇല്ല, കാരണം നമ്മളൊക്കെ സാധാരണക്കാരായിപ്പോയി അൺഫോർച്ചുനേറ്റ്ലി. ഇനിയിപ്പോൾ എനിക്ക് ആകപ്പാടെ പറയാൻ പറ്റുന്നത്, യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഒരു യുക്രൈൻ റഷ്യ വാറിൽ ഒരു 3-4 ദിവസം ബോർഡറിൽ പെട്ട് കിടന്നുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളറിയില്ല. ഞാനൊരു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, എൻ്റെ ഫോണിൽ 19 മിസ്ഡ് കോള് കാര്യങ്ങൾ, ലോകത്തുള്ള എല്ലാവരും വിളിച്ച് യുക്രൈൻ റഷ്യ വാർ തുടങ്ങി എന്ന് പറഞ്ഞ്. അതേ സ്കീം തന്നെ ആയിരിക്കുള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. നിങ്ങൾ പരമാവധി വെള്ളം ശേഖരിച്ച് വെക്കുക, കാരണം ആ സമയത്ത് വെള്ളം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതേ സാധനം യുക്രൈൻ റഷ്യ വാർ വന്നപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു, നമുക്ക് എങ്ങനെയൊക്കെയോ വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. ഫുഡായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ ബാക്കി എല്ലാ രാജ്യങ്ങളെക്കാളും നല്ല രീതിയിൽ കുതിച്ചു കയറുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നല്ല ഒരു പ്രശ്നം ഉണ്ടാകും. എങ്ങാലും യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുള്ളൂ ഓഫ്കോഴ്സ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല. വൺ വേ ഓർ അനദർ ചില നാറുകളുടെ ആ നേരത്തെ കുത്തിക്കഴപ്പിന് പുറത്ത് സംഭവിക്കാം. അതിപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നാവാം, അപ്പുറത്തെ ഏത് രാജ്യത്തു നിന്നാവാം. ഏത് രാജ്യമായാലും ഇന്ത്യ വിട്ട് പുറത്തു നിന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന യുദ്ധമില്ല ഒന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്സാണ്, എല്ലാവരും ചങ്സാണ്. എന്തുകൊണ്ട് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം. അതില്ലാത്തത് എന്നും എപ്പോഴും ഒരു പ്രശ്നമാണല്ലോ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കേസ്, നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ യുദ്ധം വരാൻ സാധ്യത നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പാനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എയ്ഡിന് വേണ്ട സാധനങ്ങൾ വെള്ളം, അത് അത്യാവശ്യമാണ്. പിന്നെ മരുന്ന് കാര്യങ്ങൾ, അതാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക. അപ്പം മരുന്ന് കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുക, അതുപോലെ വെള്ളം സ്റ്റോക്ക് ചെയ്യുക, അതുപോലെ ഫുഡ് ഐറ്റംസ്, പാക്ഡ് ഫുഡ് ഐറ്റംസ്, കേടാവാത്ത ലൈഫ് കൂടുതൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. ഡ്രസ്സ്, അതായത് പെട്ടെന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ഇപ്പോൾ കഴുകിയാൽ ഉണക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സ് സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യെത്താ ദൂരത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂട്ടത്തിലും മെഡിസിൻസും. ഇതല്ലാതെ യുദ്ധം വരാതിരിക്കുക എന്ന് പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഒട്ടും സുഖമില്ലാത്ത പരിപാടി. എനിക്ക് മനസ്സിലാവണില്ല ഈ ആൾക്കാർ ഈ 2025 ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളും കിട്ടിയിട്ട് എന്തുകൊണ്ടൊരു യുദ്ധം വേണം എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തായാലും കാശ്മീരിൽ ആൾക്കാർ മരിച്ചു, അത് തന്തയില്ലാത്തരമാണ് അപ്പുറത്തുള്ളവർ ചെയ്തത്. പക്ഷെ അതിന് നമ്മൾ യുദ്ധം ചെയ്യുന്നതാണോ സൊല്യൂഷൻ, അതോ ഇത് പറഞ്ഞ് ഇതിന് കോംപ്രമൈസ് കാണിക്കുന്നതാണോ മര്യാദ? മരിച്ചു പാടില്ല, ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആ ചെയ്തവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ട പുതിയ വഴികളല്ലേ നോക്കണ്ടേ. യുദ്ധം അങ്ങോട്ട് പോയി തിരിച്ചടിക്കുന്നു, ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും. കാരണം യുക്രൈൻ റഷ്യ വാർ വന്നപ്പോൾ അവിടെ കിടന്ന എൻ്റെ ജീവിതം തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഒട്ടും സുഖമുള്ളതായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ആ സമയത്ത് യുക്രൈനിലുള്ള എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പോഴും അവന്മാരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. അവന്മാർക്ക് ബോർഡർ കടക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിന്ന് ചാടാൻ നിൽക്കണം, ഒരുത്തനും വിസ കിട്ടാൻ പോകില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം വരും. എന്തിനാണോ യുദ്ധം വരണേ? എനിക്കിപ്പോൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ, എവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ജോലി കണ്ടുകൊടുക്കുന്നവരെ ഉള്ളവന്മാർ, കാണുന്നവരും പോകുന്നവരും ഒക്കെ ചോദിക്കുന്നത് ഇതേ ചോദ്യം. യുദ്ധമല്ലേ, എന്താ ചെയ്യുക? ഒരു യുദ്ധം കഴിഞ്ഞതല്ലേ, യുദ്ധം കൂടി താങ്ങോ? ഞാൻ എന്ത് പറയാനാ? ഞാനിപ്പോൾ സേഫാ. പക്ഷെ എൻ്റെ നാട്ടിലിപ്പോൾ എൻ്റെ അപ്പനമ്മ ഇരിപ്പുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, പിന്നെ കൂട്ടുകാരുണ്ട്, ഒക്കെ പോട്ടെ. നമ്മുടെ കുറേ പരിചയക്കാരുണ്ട്, പിന്നെ നിങ്ങളുണ്ട്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്
കയറി ഒളിക്കാൻ പോലും ഒരു ബങ്കറില്ല. എവിടെ കയറിയിരിക്കും? ഒരു 10 കോല് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 കോല് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കാണുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കണേ. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്തൊരു യുദ്ധം വരാതിരിക്കട്ടെ എന്ന് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹമല്ല, അങ്ങനെയാണ് നടക്കേണ്ടത്. ഇപ്പം എൻ്റെ വീട്ടിലായാലും ശരി, എൻ്റെ നാട്ടിൽ ആരോട് ചോദിച്ചാലും അവർക്ക് ആർക്കും യുദ്ധം വേണ്ട. യുദ്ധം ആർക്കാ വേണ്ടേ? ആർക്കും വേണ്ട. യുദ്ധം അല്ലാതെയുള്ള സൊല്യൂഷൻസ് ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ കണ്ടെത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യുദ്ധം ചെയ്യാതെ അല്ലെങ്കിൽ എങ്ങനെയും. ഞാൻ എൻ്റെ കൂട്ടുകാരോട്, ഇവിടെയുള്ള കൂട്ടുകാരുണ്ട് പാകിസ്ഥാനികൾ, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയില്ല. അവർക്കും അറിയാൻ പാടില്ല എന്തിനാണ് യുദ്ധം ചെയ്യണേ. ഒരു ബേസിക്കായിട്ട് വിദ്യാഭ്യാസം അത് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറയുന്ന യുദ്ധവും ഒരു കോപ്പ് നടക്കില്ല. അപ്പം അങ്ങനെയുള്ള സൊല്യൂഷൻസൊക്കെ നിങ്ങളുടെ പരിചയത്തിൽ, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, പക്ഷേ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കൊക്കെങ്കിലും ഇത് ചെയ്ത് നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ ടു സച്ച് പീപ്പിൾ. ഒറ്റ കാര്യം, യുദ്ധം നോ, പ്ലീസ് സേ നോ ടു വാർ. യുക്രൈനിൽ യുദ്ധം വന്നപ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയുള്ള മെയിൽസിന് കൺട്രി വിടാൻ പറ്റില്ല. ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഇപ്പോഴും വിടാൻ പറ്റില്ല. എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഉള്ള ഒരു യുക്രൈനിയൻ ആണുങ്ങളും തിരിച്ച് യുക്രൈനിൽ പോകില്ല. കാരണം അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ യുദ്ധത്തിന് അങ്ങോട്ട് കയറ്റും, ഫ്രണ്ട് ലൈനിലേക്ക് അങ്ങോട്ട് യുദ്ധത്തിന് കയറ്റും. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓവർ പോപ്പുലേറ്റഡ് ആണ്. അതൊരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള എല്ലാവരും യുദ്ധം ചെയ്യാൻ പോകണം. എന്നാൽ ഈ യുദ്ധം തുടങ്ങുന്ന ഒരു ടീമും യുദ്ധത്തിനൊന്നും പൊട്ടിക്കാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. നാട്ടിൽ നിന്ന് എനിക്ക് ഇമോഷൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷനാണ്. കാരണം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് പാകിസ്ഥാൻകാർ കിടന്ന് പൊട്ടിക്കണേ. അവർ പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അവർ ചെയ്ത അതേ രീതിയിൽ ചെയ്താൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതാണ്. ഞാൻ ചിന്തിക്കാൻ പറ്റിയ നല്ലതാണ്. എത്ര ലോകരാജ്യങ്ങൾ, എത്ര വലിയ ഓർഗനൈസേഷൻസ്, എന്തൊക്കെ സംഭവങ്ങൾ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. ഇതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യുദ്ധം നടന്ന് എങ്ങാനും ബുദ്ധിമോശം കാരണം ഏതേലും ഒരു ടീം ന്യൂക്ലിയർ വാർ എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹിരോഷിമ നാഗസാക്കി ഇന്നത്തെ ഈ ലോകം താങ്ങത്തില്ല. കാരണം അത്രയും പരിതാപകരമായ രീതിയിലാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പാകിസ്ഥാൻ എടുത്ത് ന്യൂക്ലിയർ വാർ പൊട്ടിച്ചാലും ശരി, അല്ല ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാലും ശരി, ഇന്ത്യ എടുത്ത് പൊട്ടിച്ചാലും ശരി, കേടുവരാൻ പോണത് ഈ ലോകത്തിനാണ്. എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ചാൽ ഈ യുദ്ധമൊക്കെ മാറിക്കിട്ടും. ഓഫ് കോഴ്സ് പാകിസ്ഥാൻ ചെയ്ത ആ ഒരു കാര്യത്തിന് ശിക്ഷ വൺ വേ ഓർ അനദർ കിട്ടണം. പക്ഷേ യുദ്ധം അല്ല സൊല്യൂഷൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരെ അനുകൂലിക്കാനില്ല, ഇന്ത്യനെ അനുകൂലിക്കാനില്ല, പാകിസ്ഥാനെ അനുകൂലിക്കാനില്ല. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് മെജോറിറ്റി ഇന്ത്യൻസും, അതായത് വിദേശത്തുള്ള മെജോറിറ്റി ഇന്ത്യൻസും ഇത് തന്നെയായിരിക്കും പറയാൻ സാധ്യതയുള്ളത്. എന്തിനാണ് വാറ്? ഇതിന് ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനായിട്ട് ഇത് സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. അതല്ലാതെ യുദ്ധമല്ല സൊല്യൂഷൻ. കാരണം വിദേശത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ രാജ്യക്കാരെയും കാണുകയാണ്, ആരായിട്ട് പ്രശ്നങ്ങളില്ല. അതേപോലെ തന്നെയാണ് ഈ പരിപാടി. പ്രശ്നം നടന്നു, പക്ഷെ അതിന് സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതല്ലാതെ അവർ ചെയ്തത് തന്നെയല്ല ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചിലവെന്ന് പറയുന്നത് എക്സ്പെൻസ് കൂടും. എല്ലാ സാധനങ്ങളുടെ എക്സ്പെൻസ് കൂടും. യുക്രൈനിൽ ഇപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കൂടിയുണ്ട്. അതേ സാധനം ഈ പറയുന്ന ഇന്ത്യയിലും വരും, പാകിസ്ഥാനിലും വരും. പാകിസ്ഥാനിൽ ഓൾറെഡി ദാരിദ്ര്യമാണ് ആ ഒരു കാര്യത്തിൽ. കാരണം എൻ്റെ കൂട്ടുകാർ എങ്ങനെയാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ യുദ്ധം കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം പരിതാപകരവും. അവരും നമ്മുടെ ബ്രദേഴ്സാണ്. നമ്മളും മനുഷ്യന്മാരെന്ന രീതിയിലാണ് ഞാൻ പറയണേ. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആ ഒരു സ്കീമുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയണം, അവരും മനുഷ്യന്മാരാണ്. നമ്മളെപ്പോലെ 2 കണ്ണും മൂക്കുള്ള ടീമുകൾ തന്നെയാണ്. എന്തെങ്കിലും ആവട്ടെ, യുദ്ധം വരാതിരിക്കട്ടെ. വന്നാൽ സപ്പോസ് ഇപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഞാനും അടങ്ങുന്ന സാധാരണക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞു. ചെയ്യാൻ നോക്കുക, ജീവൻ പിടിച്ചു നിർത്താൻ നോക്കുക, ചാവാതിരിക്കുക. അപ്പോൾ ശരി, ബൈ.